ഞങ്ങളിപ്പോ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്ത കണക്കുണ്ടല്ലോ. അപ്പൊ LDF എന്ന് പ്രതീക്ഷിക്കുന്ന കണക്ക്, UDF എന്ന് പ്രതീക്ഷിക്കുന്ന കണക്ക്, BMS എന്ന് പ്രതീക്ഷിക്കുന്ന കണക്ക്, ചിലപ്പോൾ അതിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമായിരിക്കും. അതെല്ലാം വെച്ചുകൊണ്ടാണല്ലോ ഒരു കണക്ക് ഒക്കെ ഉണ്ടാകുന്നത്. ഈ പ്രഖ്യാപനങ്ങൾ നടത്തുന്നവരും അങ്ങനെയൊക്കെയാണല്ലോ നടത്തുന്ന, ഒരു കുറച്ച് ആൾക്കാരെ ചോദിച്ചുകൊണ്ട്. നമുക്കതല്ലല്ലോ, ലാസ്റ്റിൽ ഇത്ര വോട്ട് നടന്നു, ഒരു ബൂത്തിൽ, ഒരു വാർഡിൽ ഇത്ര ബൂത്ത് നടന്നു. അത് 4 ദിവസമായും പ്രസിദ്ധീകരിക്കുന്നത് വെച്ചാൽ അങ്ങറ്റത്തെ അനാസ്ഥയാണ്. അങ്ങറ്റത്തെ അനാസ്ഥയും അത് എന്തും കേരള ജനതയോട് കാണിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുക. നടക്കട്ടെ, കേസ് നടക്കട്ടെ. അല്ല, അത് അവർക്ക് കേസ് എടുക്കാനുള്ള അവകാശമുണ്ട്. അത് അങ്ങനെ അവകാശം അങ്ങനെ നടന്നോട്ടെ. എനിക്കെന്താ പ്രശ്നം? ഞാൻ മിക്കവാറും ഒക്കെ ഒരു ദിവസം ഒരു 10-15 വിവാഹത്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ വിവാഹത്തിനുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടൊന്നും അല്ല പോകുന്നത്. അല്ല, ഈ വിവാഹത്തിന് ഇങ്ങനൊരു വിവാഹം നടന്നപ്പോൾ കുറച്ചുകൂടെ കൗതുകം ഉണ്ടായി. അതുവഴി അങ്ങോട്ട് നേറ്റക്കിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഓടിച്ചെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. അതിന്റെ പേരിൽ കേസൊക്കെ എടുത്തിട്ട് കുഴപ്പമില്ല. ഒരു തരം വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു തോന്നുന്നത്. കാരണം വീഴ്ചയില്ല എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഏത് റിപ്പോർട്ടിലായിരുന്നാലും അവര് കല്യാണം കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉൾക്കൊണ്ടപ്പെടേണ്ട കാര്യമില്ല. അവർ എന്താ വേണം ആയിക്കോട്ടെ. ഞാൻ അവിടെ പോയെന്നുള്ള കാര്യം ശരി തന്നെയാണ്. ദിവസം എത്ര കല്യാണത്തിന് നമ്മൾ പോകുന്നത്? നമുക്കിനിയിപ്പോ ഒരു കല്യാണത്തിന് നിന്ന് രാവിലെ ഒരു 10 കല്യാണം വന്ന് എല്ലാം ചെന്ന് അവിടെ നിന്ന് തെളിവുകൾ വാങ്ങിച്ചുകൊണ്ട് പറയാൻ വേണ്ടി പറ്റില്ല. അത് എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പെശ ഉണ്ടായതായിട്ട് ഏത് കമ്മീഷൻ തോന്നിയാണെങ്കിൽ അവർ നടപടി സ്വീകരിച്ചോട്ടെ. അതിന് സംശയമുണ്ടോ? ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും പറയട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർ അത്ര ഉൾക്കൊണ്ടപ്പെടേണ്ട. കാരണം അവര് എനിക്ക് തോന്നുന്ന ഒരു പോലീസിന്റെ പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം, മറ്റ് ID കാർഡുകൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം അവിടെ കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് കാണിച്ചിട്ടല്ലേ അവർ അനുവാദം കൊടുക്കാറുള്ളൂ. അതിന് ഫേക്കാണെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. അല്ല, ഫേക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു മാധ്യമം ഫേക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്കാണെന്ന് പറയാൻ പറ്റുമോ? നിയമത്തെ LDF ജയിക്കും, പരാജയപ്പെടുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യമില്ല. കാരണം നിയമത്ത് പ്രധാനമന്ത്രി അടക്കം വന്ന് റോഡ് ഷോ നടത്തിയ സ്ഥലമാണ് നിയമം എന്ന് പറയുന്നത്. എന്റെ കണക്ക് പറയണോ വോട്ടിന്റെ? അതിന്റെ ഇപ്പൊ ഞങ്ങളുടെ ഇതല്ല, ഒരുപാട് കണക്കിരിക്കും. അല്ല, ഞങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. ഒരു 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും മുന്നണി ജയിക്കാനുള്ള കാര്യമാണ്. അവിടെ ഇപ്പോ 4ാമത്തെ ഇലക്ഷനാണ് ഇപ്പൊ നടക്കുന്നത്. അതിലും 2 ഇലക്ഷനിൽ ഞാൻ ജയിച്ചു, 1 ഇലക്ഷനിൽ BJP ജയിച്ചു. 2 ഇലക്ഷനിൽ ഞാൻ ജയിക്കുമ്പോഴും BJPയുടെ കോർപ്പറേഷനിലെ സ്വാധീനം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം കോർപ്പറേഷനിലെ സ്വാധീനം അവർക്ക് കൂടുതലുണ്ട്. പിന്നെ ഈ വോട്ടേഴ്സ് ചോദിച്ച ഒരു ചോദ്യത്തിനും ബഹുമാനപ്പെട്ട BJPയുടെ സ്ഥാനാർത്ഥിക്ക് മറുപടി പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് ഉണ്ടാവും. 2, അങ്ങയുടെ വീട്ടിലൊരു കാര്യത്തിനുണ്ട് കാണാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് കാണാൻ വേണ്ടി പറ്റുമോ?